ഒരിടവേളയ്ക്ക് ശേഷം നാഷണൽ ഹെറാൾഡ് കേസ് വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റു പ്രതികൾ എന്നിവർക്കെതിരെ ഡൽഹി പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായത്. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ്? എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കേസിൽ പ്രതികളാകുന്നത്? നോക്കാം. ദി അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഇന്ത്യൻ ദിനപത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ്. 1938 സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പത്രമായിരുന്നു ഇത്. ഇന്ത്യയിലെ പത്രപ്രവർത്തന ചരിത്രം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നതിന്റെ ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ളതായിരുന്നു ഇത്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഈ പത്രം താൽക്കാലികമായി നിർത്തേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം 2008 പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും 2016 അസോസിയേറ്റ് ജേണൽസ് ഡയറക്ടർ ബോർഡ് പത്രം പുനരാരംഭിച്ചു. 1937 നവംബർ 20 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് എന്നത്. ന്യൂഡൽഹി ബഹദൂർ സഫർ മാർഗിലെ ഹെറാൾഡ് ഓഫീസിലായിരുന്നു കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ്. ഏതാണ്ട് 5000-ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായ ഈ കമ്പനി ആരുടെയും സ്വകാര്യ സ്വത്തായിരുന്നില്ല. ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാടുകൾക്കതീതമായി സത്യസന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കമ്പനി എന്നതായിരുന്നു ലക്ഷ്യം. ബ്രിട്ടീഷ് ദിനപത്രങ്ങൾക്ക് ബദലായി ഇന്ത്യൻ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നതുകൂടി നെഹ്റുവിന്റെ ലക്ഷ്യമായിരുന്നു. 2010 സെപ്റ്റംബർ 29 കണക്കനുസരിച്ച് 1057 ഓഹരി ഉടമകൾ അസോസിയേറ്റ് ജേണൽ ഉണ്ടായിരുന്നു. 2002 മാർച്ച് 22 മുതൽ മോത്തിലാൽ വോറയായിരുന്നു കമ്പനിയുടെ ചെയർമാൻ. 3 പത്രങ്ങളാണ് അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡിനു കീഴിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും, ഖൗമി ആവാസ് ഉറുദുവിലും, നവജീവൻ ഹിന്ദിയിലുമായിരുന്നു അവ. ഡൽഹി, ലക്നൌ, ഭോപ്പാൽ, മുംബൈ, ഇൻഡോർ, പട്ന എന്നിവിടങ്ങളിൽ വൻപിച്ച ഭൂസ്വത്തും കമ്പനിക്കുണ്ടായിരുന്നു. ഈ ഭൂസ്വത്തുകൾ അനധികൃതമായി കൈക്കലാക്കി എന്നതാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ നാഷണൽ ഹെറാൾഡ് കേസ്. കോടികൾ വിലമതിക്കുന്ന അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചതിയിലൂടെ കൈവശമാക്കി എന്ന് കാണിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി കോടതിക്ക് മുൻപാകെ 2012 നവംബർ 1 ഒരു സ്വകാര്യ അന്യായം സമർപ്പിച്ചു. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഖവാമി ആവാസ് എന്നീ പത്രങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശമായി എന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ AJL എന്ന കമ്പനിയെ യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തുവെന്നാണ് സുബ്രഹ്മണ്യം സ്വാമി ആരോപിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി രൂപ പലിശരഹിത വായ്പയായി കൊടുത്തുവെന്നും ഈ തുക ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലെന്നും സ്വാമിയുടെ പരാതിയിൽ പറയുന്നു. ഇത് വരുമാന നികുതി നിയമത്തിലെ 269 വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്നും മജിസ്ട്രേറ്റിന് മുൻപാകെ കൊടുത്ത പരാതിയിൽ സ്വാമി ആരോപിക്കുന്നുണ്ട്. 2010 5 ലക്ഷം രൂപ മൂലധനത്തിൽ രൂപീകരിച്ച യങ് ഇന്ത്യ എന്ന കമ്പനി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കൈവശപ്പെടുത്തിയതുവഴി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഗുരുതരമായ നിയമലംഘനം നടത്തിയെന്നും പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹിയിൽ യങ് ഇന്ത്യ ഏറ്റെടുത്ത അസോസിയേറ്റഡ് ജേണൽ പ്രസിന്റെ സ്ഥലം സർക്കാർ പത്രപ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങൾക്കായി വിട്ടുകൊടുത്തതാണെന്നും എന്നാൽ വിരുദ്ധമായി യങ് ഇന്ത്യൻ അവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നടത്തിയെന്നും സ്വാമി ആരോപിക്കുന്നുണ്ട്. ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ യങ് ഇന്ത്യ വരുമാനം നേടിയെന്നും നിയമവിരുദ്ധമായാണ് ഇതെന്നും ആരോപണമുണ്ട്. 2010 നവംബർ 23 5 ലക്ഷം രൂപ മൂലധനവുമായി തുടങ്ങിയ ഒരു കമ്പനിയാണ് യങ് ഇന്ത്യൻ. നാഷണൽ ഹെറാൾഡിന്റെ കെട്ടിടത്തിൽ തന്നെയാണ് യങ് ഇന്ത്യന്റെ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി. അധികം വൈകാതെ 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു. യങ് ഇന്ത്യൻ കമ്പനിയുടെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വച്ചിരിക്കുന്നത്. 12% വീതം ഓഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിനുമുണ്ട്. കേസ് റദ്ദാക്കണമെന്ന് കാണിച്ച് സോണിയയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചുവെങ്കിലും ഇരുവർക്കുമെതിരെയും കേസെടുക്കാൻ പ്രഥമദൃഷ്ടിയാൽ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. രാഹുലിനോടും സോണിയയോടും കോടതിയിൽ ഹാജരായി തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ കോടതി സമൻസ് അയച്ചിരുന്നു. 2014 ഓഗസ്റ്റ് 7 മുൻപായി കോടതിയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, സുമൻ ദുബൈ, സത്യൻ പിതോത്ര എന്നിവരോട് ഡൽഹി കോടതിയിൽ ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടത്.
ജനങ്ങളുടെ പണം സ്വകാര്യമായി കൈയടക്കാൻ വേണ്ടി രൂപം കൊടുത്ത ഒരു തട്ടിപ്പ് കമ്പനി മാത്രമാണ് യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിപട്ടികയിലുള്ള എല്ലാവരും തന്നെ ഈ തട്ടിപ്പിനു വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നും കോടതി കണ്ടെത്തി. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ സ്വകാര്യ പരാതി, ആദായനികുതി വകുപ്പ്, ഇഡിയുടെ PMLA ഫയലിംഗുകൾ, പുതിയ FIR എന്നിവയുൾപ്പെടെയുള്ള ഒന്നിലധികം നടപടികൾ പരസ്പരം ബന്ധമുള്ളതാണെന്നുള്ള വിലയിരുത്തലും കോടതി നടത്തിയിരുന്നു. AJLന്റെ 2000 കോടി രൂപ വിലമതിക്കുന്ന ആസ്തികൾ 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഗൂഢാലോചന നടന്നതായി ഇഡിയും കണ്ടെത്തി. നാഷണൽ ഹെറാൾഡിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോണിയാഗാന്ധി കേസിലെ 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ വിധി പറയുന്നത് ഡൽഹി കോടതി ഡിസംബർ 16 മാറ്റിവെച്ചതിന് പിന്നാലെയാണ് പുതിയ FIR വിവരങ്ങൾ പുറത്തുവന്നത്.